ഇന്ന് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന 4 മണി പലഹാരമാണ് കാണാൻ പോകുന്നത്. സുഡാനി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുക. അന്നേരം മനാലാണ് ചെയ്യുന്നത് കേട്ടോ. മനാൽ കുറച്ച് മൈദയൊക്കെ എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ബേക്കിംഗ് സോഡ എടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ബേക്കിംഗ് പൗഡറാണ്, പക്ഷേ അത് സോൾട്ടാണ് കേട്ടോ. സോൾട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ പിന്നെ കുറച്ച് എത്ര ടീസ്പൂണാണ്? 1 2 3 4 5 6 ടീസ്പൂൺ എണ്ണയും കൂടെ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. ഈ മൈദയൊക്കെ ഒന്നും കൂടെ ലൂസാവാനും നല്ല ഇതാക്കാനും വേണ്ടിയൊക്കെയാണ് ഇത് ഈ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ വേണ്ട, ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇട്ട് നല്ലപോലെ ഇളക്കി നല്ല പരുവത്തിന് അങ്ങോട്ട് എടുക്കണം. ഇതിപ്പോൾ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മൈദപ്പൊടികളൊക്കെ ചേർത്ത് ഒന്നും കൂടെ ടൈറ്റാക്കി അതൊന്ന് നമുക്ക് കുഴച്ചിട്ട് പരത്തി എടുക്കണം അതിന് വേണ്ടി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന പോലെ നല്ലപോലെ അവർ കുറച്ച് എണ്ണയൊക്കെ കൂട്ടുന്ന ആൾക്കാർ. അപ്പോൾ അവർ ഒന്നും കൂടെ ചേർത്തിട്ടുണ്ട് എണ്ണ. അപ്പോൾ ഒന്നും കൂടെ നല്ലപോലെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ. അപ്പം ഇച്ചിരി ടൈറ്റ് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കത്തില്ലേ, അതേ പോലെ വരണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കുറച്ച് പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്തു. പിന്നെ കട്ടിംഗ് ബോർഡിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി നല്ലപോലെ എടുക്കണം. നല്ല നൈസായിട്ട് പരത്തണം, എന്നാലാണ് ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മണ്ടയിലൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ പ്ലെയിനായിട്ട് എടുക്കുന്ന കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മേളിൽ, അതായത് റോസ് പെറ്റൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം. എള്ളോ നമ്മൾ സാധാരണ ചേർക്കുന്ന എള്ള് ചേർക്കും. ഇവരാണെങ്കിൽ കരിഞ്ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ. കരിഞ്ജീരകമൊക്കെ ചേർക്കും. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. അവരെന്നെ കാണിച്ചായിരുന്നേ, പക്ഷേ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നമ്മൾ സാധാരണ എള്ളൊക്കെ ഇല്ലേ ചേർക്കുന്നത്, അത് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കാഷ്യൂനട്ടിൻ്റെ പൊടിയോ പിസ്തയുടെ അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ചേർക്കാം. ഇപ്പോൾ ഇത് നൈസായിട്ട് പരത്താൻ വേണ്ടി കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കണം. അത് ഈ എണ്ണയൊക്കെ ചേർത്തുകൊണ്ടുണ്ടല്ലോ, കട്ടിംഗ് ബോർഡിൻ്റെ മണ്ടയിലൊന്നും ഒട്ടി പിടിക്കത്തൊന്നുമില്ല. നമുക്കതുകൊണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഇത് ഇത്രയും പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി കേട്ടോ. നമുക്കിഷ്ടമുള്ള ഹാർട്ടിൻ്റെ ഷേപ്പിൽ എടുക്കാം, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കത്തി കൊണ്ട് നല്ലപോലെ ഷേപ്പാക്കി എടുത്ത് ഇനി 2-3 ഷേപ്പാക്കി 2-3 വരയൊക്കെ വെച്ച് അതിങ്ങനെ മുറിച്ചെടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. വീണ്ടും ഇതുപോലെ മുറിച്ചെടുക്കണം. നമുക്ക് പെട്ടെന്ന് എടുക്കാനും പാടില്ല, പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് കരിഞ്ജീരകമായിട്ട് ഞാൻ വിചാരിച്ചു എള്ളാണെന്ന് വിചാരിച്ചു. ഇത് കരിഞ്ജീരകമാണ്. അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊരു കാര്യം പറയാൻ പറഞ്ഞോയേ, അതായത് നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടേ 15 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലപോലെ എടുക്കുക. വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കാണും കേട്ടോ. നല്ല ഒരു ബ്രൗൺ നല്ല ചെറിയ ഗോൾഡൻ കളർ വരുന്നോടം വരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇതുപോലെ വരുന്നോടം വരെ. ഈ പാൻ കണ്ടിട്ട് ഒന്നും തോന്നരുത്, ഇത് മലാലിൻ്റെ പാനാണ്, ഞാൻ വേറെയാണ് ഉപയോഗിക്കുന്നത്. അവസാനം ഇത് കണ്ടിട്ട് നിങ്ങൾ വൃത്തിയില്ലെന്നൊന്നും പറയരുത് ആരും കേട്ടോ. പിന്നെ നാട്ടിൽ ഇതിനേക്കാട്ടിലും വൾഗറായിട്ടാണ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത്, അതിനകത്ത് പാചകം ചെയ്യുന്നത്. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കര സെറ്റപ്പിലൊക്കെ എടുക്കുന്നത്. നമ്മുടെ ചീനച്ചട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കടുവറക്കുന്നതും പിന്നെ ആരും ആഹാരം കഴിക്കത്തില്ല, അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ.
ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് പാനീയമാക്കി വെച്ച് അതങ്ങോട്ട് നല്ലപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എല്ലാ വശത്തും അങ്ങോട്ട് നല്ലപോലെ ആകത്തക്ക വിധത്തിൽ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി അങ്ങ് ഒഴിക്കരുത്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മനാലിന് വീണ്ടും ഇത് പഞ്ചസാര ലൈനി ഒഴിക്കണം. വീണ്ടും ഒഴിച്ചു. ടേസ്റ്റിനാണ് കേട്ടോ ഇതൊക്കെ. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ മധുരം ഉള്ളത് കൊണ്ട് നല്ലതുപോലെ കഴിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിലേ കാഷ്യൂനട്ട് ഇങ്ങനെ ഒത്തിരി പൗഡർ ആക്കണ്ട, അല്ലാതെ കുറച്ച് തരിയായിട്ട് പൊടിച്ചത് അങ്ങനെയുള്ള ബദാമോ പിന്നെ പിസ്തയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇവിടെ ആണെങ്കിൽ തേങ്ങാപ്പീരയാണ് ചേർക്കുന്നത്, ഡ്രൈ ആയിട്ടുള്ളത്. അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കണം എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നുള്ളത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. റോജ നോക്കിച്ച തേങ്ങ വെള്ളം ഒരു തൂണും ചായ ഇട്ടുകൊണ്ട് വരാം. Bagus.